എല്ലാവർക്കും എജുലൈറ്റ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസിൽ ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരിട്ട് കറണ്ട് അഫയേഴ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് പത്മ അവാർഡ്സിനെ കുറിച്ചാണ്. അതായത് പത്മഭൂഷൺ, പത്മവിഭൂഷൺ, പത്മശ്രീ ഒക്കെയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് 2025 പത്മവിഭൂഷൺ ലഭിച്ചതാർക്കാണ്? MT വാസുദേവൻ നായർക്കാണ് 2025 പത്മവിഭൂഷൺ ലഭിച്ചത്. അദ്ദേഹത്തിന് മരണാനന്തരമായിട്ടാണ് പത്മവിഭൂഷൺ ലഭിക്കുന്നത്. കാരണം എന്താ? അദ്ദേഹം 2024 ഡിസംബർ 24 അന്തരിച്ചു. അപ്പം അദ്ദേഹത്തിന് 2025 പത്മവിഭൂഷൺ മരണാനന്തര പത്മവിഭൂഷണായിട്ട് ആണ് ലഭിക്കുന്നത്. പത്മവിഭൂഷൺ ലഭിക്കുന്നത് MT വാസുദേവൻ നായർക്കാണ്. ദെൻ അടുത്തത് പത്മഭൂഷൺ. പത്മഭൂഷൺ ലഭിക്കുന്നത് രണ്ടുപേർക്ക് പത്മഭൂഷൺ ലഭിക്കുന്നുണ്ട്. ഒന്ന് PR ശ്രീജേഷ്, ഒന്ന് ജോസ് ചാക്കോ പെരിയപുരം. പത്മഭൂഷൺ ലഭിച്ചത് രണ്ടുപേർക്കാണ്. ഒന്ന് PR ശ്രീജേഷ്, ഒന്ന് ജോസ് ചാക്കോ പെരിയപുരം. PR ശ്രീജേഷ് എന്ന് പറയുന്നത് നമ്മളുടെ മുൻ ഹോക്കി താരമായ PR ശ്രീജേഷിനും, അതേപോലെ ജോസ് ചാക്കോ പെരിയപുരം അറിയപ്പെടുന്ന ഒരു ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനായ ജോസ് ചാക്കോ പെരിയപുരത്തിനുമാണ് ഇത് പത്മഭൂഷൺ 2025 പത്മഭൂഷൺ ലഭിക്കുന്നത്. പത്മഭൂഷൺ ലഭിക്കുന്നത് PR ശ്രീജേഷ്, അതേപോലെ ജോസ് ചാക്കോ പെരിയപുരം. ദെൻ അടുത്തത് പത്മശ്രീ ലഭിക്കുന്നത് ഡോക്ടർ K ഓമനക്കുട്ടി അമ്മയ്ക്ക് ആണ്. പിന്നെ IM വിജയനുമാണ്. ഒന്ന് ഡോക്ടർ K ഓമനക്കുട്ടി അമ്മ, പിന്നെ IM വിജയൻ. IM വിജയനുമാണ് പത്മശ്രീ കിട്ടുന്നത്. ഡോക്ടർ K ഓമനക്കുട്ടി അമ്മയ്ക്കും IM വിജയനുമാണ് പത്മശ്രീ 2025 ലഭിച്ചത്. ഡോക്ടർ K ഓമനക്കുട്ടി അമ്മ നമ്മളെ KS ചിത്രാമ്മേന്റെ ഒക്കെ ഗുരുനാഥയായ, നമുക്ക് കുറച്ചും കൂടെ ഫെമിലിയർ ആകുമ്പോൾ നമ്മളുടെ ഫേമസ് ഗായകനായ MG ശ്രീകുമാറിന്റെ സഹോദരിയാണ് ഡോക്ടർ K ഓമനക്കുട്ടി അമ്മ. ഡോക്ടർ K ഓമനക്കുട്ടി അമ്മയ്ക്കും IM വിജയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഫുട്ബോൾ താരമായ IM വിജയനും ഡോക്ടർ K ഓമനക്കുട്ടി അമ്മയ്ക്കുമാണ് പത്മശ്രീ ലഭിച്ചത്. ഇപ്പൊ പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചത്, പത്മവിഭൂഷൺ ലഭിച്ചത് MT വാസുദേവൻ നായർക്കാണ്. മരണാനന്തരമായിട്ടാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിക്കുന്നത്. പത്മഭൂഷൺ ലഭിച്ചത് PR ശ്രീജേഷ്, ഹോക്കി താരമാണ്. അതേപോലെ ജോസ് ചാക്കോ പെരിയപുരം ഒരു അറിയപ്പെടുന്ന ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനാണ്. പിന്നെ പത്മശ്രീ ലഭിച്ചത് ഡോക്ടർ K ഓമനക്കുട്ടി അമ്മയ്ക്ക്, പിന്നെ IM വിജയനും. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ഇന്ത്യയിൽ ഒരു ഗ്ലാസ് പാലം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. 2025 ജനുവരിയിലാണ് ഇന്ത്യയിൽ ഒരു ഗ്ലാസ് പാലം വരുന്നത്. ഇന്ത്യയിൽ വന്ന ഗ്ലാസ് പാലം ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ തമിഴ്നാട്ടിലെ നമ്മളെ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയും തിരുവള്ളൂർ പ്രതിമയും തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു ഗ്ലാസ് പാലം
നിർമ്മിച്ചിട്ടുണ്ട്. ആ ഗ്ലാസ് പാലത്തിന്റെ ഉദ്ഘാടനം നടന്നത് 2025 ജനുവരിയിലാണ്. ഗ്ലാസ് പാലം ഏതൊക്കെ തമ്മിലായിരുന്നു? ഗ്ലാസ് പാലം കന്യാകുമാരിയിലുള്ള ഏതൊക്കെയാ? വിവേകാനന്ദ പാറയും തിരുവള്ളൂർ പ്രതിമയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഗ്ലാസ് പാലമാണ് 2025 ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്തത്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഒരു വിയോഗമാണ്. KS മണിലാൽ. KS മണിലാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന കേരളത്തിലെ എന്താ പറയാ ഔഷധ സസ്യങ്ങളെ കുറിച്ചൊക്കെ വിവരിച്ചിട്ടുള്ള ആദ്യത്തെ ബുക്കായ ഹോർത്തൂസ് മലബാറിക്കസ് എഴുതിയിട്ടുള്ള ഏതാ? ലാറ്റിൻ ഭാഷയിലാണ് അല്ലെ. ആ ഭാഷയിൽ നിന്നും ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്തതാരായിരുന്നു? KS മണിലാൽ ആയിരുന്നു. അദ്ദേഹം 2025 ജനുവരിയിൽ അന്തരിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വിയോഗമാണ് നമ്മളിവിടെ പറഞ്ഞത്. KS മണിലാൽ 2025 ജനുവരിയിൽ അന്തരിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ എടുത്തു പറയേണ്ട എന്തായിരുന്നു? ഹോർത്തൂസ് മലബാറിക്കസ് ലത്തീൻ ഭാഷയിൽ നിന്നും പിന്നെ ഏതിലേക്ക്? മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്തു. അടുത്തത് നമ്മൾ പറയുന്നത് ഒരു ഓപ്പറേഷൻ ആണ്. ഓപ്പറേഷൻ ഡെവിൾ ഹണ്ട്. ഓപ്പറേഷൻ ഡെവിൾ ഹണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ബംഗ്ലാദേശില് ഇപ്പം റീസൺ ആയിട്ട് കുറെ ബംഗ്ലാദേശിലെ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ബംഗ്ലാദേശിലെ ഇപ്പം നിൽക്കുന്ന പിന്നെ ഗവൺമെന്റിനെതിരെയുള്ള അക്രമങ്ങൾക്കെതിരെയും അതേപോലെ തന്നെ നശീകരണ പ്രവർത്തനങ്ങൾക്കെതിരെയും വന്ന ഒരു ഓപ്പറേഷനാണ് ഇത് ഓപ്പറേഷൻ ഡെവിൾ ഹണ്ട്. ഓപ്പറേഷൻ ഡെവിൾ ഹണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബംഗ്ലാദേശിൽ നിലവിൽ നിൽക്കുന്ന അക്രമങ്ങൾക്കെതിരെയും അതേപോലെ നശീകരണ പ്രവർത്തനങ്ങൾക്കെതിരെയും വന്ന ഒരു ഓപ്പറേഷനാണ് ഇത് ഓപ്പറേഷൻ ഡെവിൾ ഹണ്ട്. അടുത്തത് നമ്മൾ പറയുന്നത് ലോക ഗവൺമെന്റ് ഉച്ചകോടിയുടെ വേദിയാണ്. 2025 ലോക ഗവൺമെന്റ് ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് ഏതാ? ദുബായ് ആണ്. 2025 ലോക ഗവൺമെന്റ് ഉച്ചകോടിയുടെ വേദി ഏതാണ്? ദുബായ് ആണ്. അതിന്റെ പ്രമേയം എന്ന് പറയുന്നത് 2025 ലോക ഗവൺമെന്റ് ഉച്ചകോടിയുടെ വേദി ദുബായും 2025 ലോക ഗവൺമെന്റ് ഉച്ചകോടിയുടെ പ്രമേയം എന്ന് പറയുന്നത് ഷേപ്പിംഗ് ഫ്യൂച്ചർ ഗവൺമെന്റ്. എന്താണ് പ്രമേയം? ഷേപ്പിംഗ് ഫ്യൂച്ചർ ഗവൺമെന്റ്. പ്രമേയം ഒന്നും കൂടെ ഞാൻ പറയാം. 2025 ലോക ഗവൺമെന്റ് ഉച്ചകോടിയുടെ വേദി ദുബായും അതിന്റെ പ്രമേയം എന്താ? ഷേപ്പിംഗ് ഫ്യൂച്ചർ ഗവൺമെന്റ്. then അടുത്തത് നമുക്ക് നടന്ന ദേശീയ ഗെയിംസിനെ കുറിച്ച് പറയാം. 2025 38ാമത് ദേശീയ ഗെയിംസിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത് പറയുന്നത്. നാഷണൽ ഗെയിംസ്. നാഷണൽ ഗെയിംസ് 2025 നടന്ന നാഷണൽ ഗെയിംസ് എത്രാമത്തെ നാഷണൽ ഗെയിംസാ? 38ാമത്തെ നാഷണൽ ഗെയിംസ് ആയിരുന്നു 2025 നടന്ന നാഷണൽ ഗെയിംസ്. അതിന്റെ വേദി എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ് ആയിരുന്നു. ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് വേദി ഉത്തരാഖണ്ഡ് ആയിരുന്നു. ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് മൗലി. ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് മൗലി ആയിരുന്നു. മൗലി എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിന്റെ ഔദ്യോഗിക പക്ഷിയായ മൊണാൽ എന്ന് പറയുന്ന പക്ഷിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് വന്ന ഭാഗ്യചിഹ്നമാണ് ഇത് മൗലി. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് ആർക്കായിരുന്നു? സർവീസസ്. ഏറ്റവും കൂടുതൽ മെഡൽ നിലയിൽ ഒന്നാമതാരായിരുന്നു? സർവീസസ്. അപ്പം ഒന്ന് സർവീസസ് ആവുമ്പോൾ രണ്ടാമത്തെ ആരാന്നറിയണ്ടേ? സർവീസസ് ആയിരുന്നു. രണ്ടാമത്തത് മഹാരാഷ്ട്ര. സെക്കൻഡ് മഹാരാഷ്ട്ര.
സെക്കൻഡ് മഹാരാഷ്ട്ര. ദെൻ അതേപോലെ തന്നെ നമ്മൾ പഠിക്കുമ്പം കേരളത്തിന്റെ സ്ഥാനം കൂടെ നോക്കണം. കേരളം 14-മത്തായിരുന്നു. കേരളം 14-മത്തെ സ്ഥാനത്തായിരുന്നു. അപ്പം അന്ന് നാഷണൽ ഗെയിംസ്, ഇന്ത്യയിലെ 2025 നടന്ന നാഷണൽ ഗെയിംസ് എത്രാമത്തെ നാഷണൽ ഗെയിംസ് ആയിരുന്നു? 38-മത്തെ നാഷണൽ ഗെയിംസ് ആയിരുന്നു. അപ്പം വേദിയായിരുന്നത് ഉത്തരാഖണ്ഡ് ആയിരുന്നു. ഭാഗ്യചിഹ്നം മൗലി. ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് മെഡൽ നിലയിൽ ഒന്നാമത് സർവീസസ്, രണ്ടാമത് പിന്നെ വന്നത് രണ്ടാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്ക്, കേരളത്തിന്റെ സ്ഥാനം 14. അതേപോലെ ഈ നാഷണൽ ഗെയിംസിന്റെ ഉദ്ഘാടന വേളയിൽ കേരള ടീമിന്റെ പതാക ഏന്തിയത് നാഷണൽ ഗെയിം 38-മത് നാഷണൽ ഗെയിംസിന്റെ ഉദ്ഘാടന വേദിയിൽ കേരള ടീമിന്റെ പതാക ഏന്തുന്നത് ആരായിരുന്നു? PS ജീന. കേരള ടീമിന്റെ പതാക ഏന്തിയത് ആരാണ്? PS ജീനയായിരുന്നു. അപ്പം ഇത്രയാണ് നമ്മൾ നാഷണൽ ഗെയിംസിൽ 2025 നടന്ന നാഷണൽ ഗെയിംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിനടുത്ത് നമ്മൾ പറയുന്നത് 2025 ജനുവരിയിൽ കേരളത്തില് പൂർണ്ണമായും സർക്കാരിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സർക്കാർ മേഖലയിൽ ഒരു പ്ലാസ്റ്റിക് മുക്ത അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് വന്നു. അത് 2025 ജനുവരിയിലാണ് അതിന്റെ ഉദ്ഘാടനം നടന്നത്. എവിടെയാണെന്ന് വെച്ചാൽ പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയില് എന്താണ് നടന്നത്? 2025 ജനുവരിയില് സർക്കാരിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തത്തിൽ അല്ലെങ്കിൽ പൂർണ്ണമായ സർക്കാർ മേഖലയിൽ ഒരു പ്ലാസ്റ്റിക് സംസ്കരണ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു. അതെവിടെയാണ്? പത്തനംതിട്ടയില്. ഇനി നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സൈനിക അഭ്യാസത്തിനെ കുറിച്ചാണ്. സൈനിക അഭ്യാസം എന്ന് പറയുന്നത് ഒരു വിങ്ഡ് റൈഡർ സൈനിക അഭ്യാസം 2025 ഫെബ്രുവരിയിൽ നടന്നിരുന്നു. ആരൊക്കെ തമ്മിലായിരുന്നു? ചില സൈനികാഭ്യാസങ്ങൾ രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ചിലത് രാജ്യങ്ങൾക്കകത്തുള്ള ഫോഴ്സുകൾ തമ്മിൽ നടക്കും. അപ്പൊ ഈ വിങ്ഡ് റൈഡർ എന്ന് പറയുന്ന സൈനിക അഭ്യാസം നടന്നത് ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സും തമ്മിലായിരുന്നു. ഏതൊക്കെ തമ്മിലായിരുന്നു? ഇന്ത്യൻ എയർഫോഴ്സും ആരൊക്കെ? ഇന്ത്യൻ ആർമിയും തമ്മിലായിരുന്നു. ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സും തമ്മിൽ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നടത്തിയ സംയുക്തമായ സൈനിക അഭ്യാസമാണ് ഏത്? വിങ് റൈഡർ. അപ്പം പത്തനംതിട്ട എന്ന് പറയുന്നത് എന്തായിരുന്നു? പത്തനംതിട്ടയിലായിരുന്നു സർക്കാർ മേഖലയിൽ, പൂർണ്ണമായും സർക്കാർ മേഖലയിലുള്ള ആദ്യമായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് സംസ്കരണ പ്ലാന്റ് വന്നത്. അതിന്റെ ഉദ്ഘാടനം എന്നായിരുന്നു? 2025 ജനുവരിയിലായിരുന്നു. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞത് ഒരു സൈനിക അഭ്യാസമാണ്. ഏതാണ്? ഇന്ത്യൻ എയർഫോഴ്സും ഇന്ത്യൻ ആർമിയും കൂടെ സംയുക്തമായി നടത്തിയ ഒരു സൈനിക അഭ്യാസമാണ് ഏത്? വിങ് റൈഡർ. ഏതാണ്? വിങ് റൈഡർ. ഇനി 2025 ഞാൻ നേരത്തെ പറഞ്ഞു, 2025 ലോക ഗവൺമെന്റ് ഉച്ചകോടി ഏതായിരുന്നു? ദുബായ് ആണെന്ന് പറഞ്ഞു. അതിന്റെ എന്താ പറയാ പ്രമേയം ഞാൻ പറഞ്ഞു. അതൊന്ന് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് വെച്ചിട്ട് നോട്ട് ചെയ്ത് വെക്കണേ. കാരണം അങ്ങനത്തെ ഉച്ചകോടികളൊക്കെ എപ്പോഴും PSC എക്സാം പൊതുവെ എക്സാമുകളിൽ കൂടുതലായി ചോദിക്കുന്ന ഒന്നാണ്. ഇതിനടുത്ത് നമ്മൾ പറയുന്നത് 2025 നാസയുടെ ഒരു ഇടക്കാല അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിയമിതരായ ജാനറ്റ് പെട്രോനെ കുറിച്ചാണ്. ആരാണ്? ജാനറ്റ് പെട്രോ.
ജാനറ്റ് പെട്രോ. ജാനറ്റ് പെട്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാസയുടെ അതായത് നാസയുടെ ഒരു ഇടക്കാല അഡ്മിനിസ്ട്രേറ്റർ ആയി നിയമിച്ചത് 2025 ജനുവരിയിലാണ് നാസയുടെ ഒരു ഇടക്കാല അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുന്നത്. ആരാണ് അദ്ദേഹം? ജാനറ്റ് പെട്രോ. ആരാണ്? ജാനറ്റ് പെട്രോ. അതേപോലെ അടുത്തത് നമ്മൾ പറയുന്നത് അന്താരാഷ്ട്ര പുരുഷ T20 ക്രിക്കറ്റിനെ കുറിച്ചാണ്. അന്താരാഷ്ട്ര പുരുഷ T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന ആരാ? ഹർഷദീപ് സിംഗ് ആണ്. ആരാണ്? ഹർഷദീപ് സിംഗ്. ഹർഷദീപ് സിംഗ് 97 വിക്കറ്റാണ് നേടുന്നത്. ഹർഷദീപ് സിംഗ് ചെയ്ത എന്താണെന്ന് വെച്ചാൽ അന്താരാഷ്ട്ര പുരുഷ T20 ക്രിക്കറ്റിൽ അന്താരാഷ്ട്ര പുരുഷ T20 ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ആരാണ്? ഹർഷദീപ് സിംഗ് ആണ്. 97 വിക്കറ്റാണ് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടിയിട്ട് നേടിയത്. അടുത്തത് ഗാസയിലുള്ളവർക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുവാനായിട്ട് UAE ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഇത്. ഓപ്പറേഷൻ ചിവൽഡ്രസ് നൈറ്റ് 3. ഓപ്പറേഷൻ ചിവൽഡ്രസ് നൈറ്റ് 3 നമ്മുടെ എഴുതാം. ഓപ്പറേഷൻ ചിവൽഡ്രസ് നൈറ്റ് 3. ഓപ്പറേഷൻ ചിവൽഡ്രസ് നൈറ്റ് 3. ഓപ്പറേഷൻ ചിവൽഡ്രസ് നൈറ്റ് 3ന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഗാസയിലുള്ള ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഗാസയിലുള്ളവർക്ക് എല്ലാവിധ സഹായങ്ങളും, അതായത് പരിരക്ഷയായിട്ടും അതേപോലെ ഭക്ഷണത്തിനും എല്ലാത്തിനും വേണ്ടിയിട്ട് UAE നടപ്പിലാക്കിയ ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ആണ് ഇത്. ഓപ്പറേഷൻ ചിവൽഡ്രസ് നൈറ്റ് 3. ഈ പേരുകളും അതേപോലെ ഈ പ്രധാനപ്പെട്ട ഈ ഓപ്പറേഷനുകളൊക്കെ നിങ്ങൾ ഒന്ന് കൂടുതലായിട്ട് നോട്ട് ചെയ്ത് വെക്കണേ. അതേപോലെ നമ്മൾ അടുത്തത് പറയുന്നത് ബയോ കെമിസ്ട്രിയിലെ ഒരു പ്രമുഖനായ സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രമുഖനായ ശാസ്ത്രജ്ഞൻ ഈയിടെ 2025 ഫെബ്രുവരിയിൽ മരിച്ചു. അദ്ദേഹത്തിനെ നമ്മളൊന്നിവിടെ മെൻഷൻ ചെയ്യാണ്. ഡോക്ടർ മാധവ ഭട്ടാചാര്യ. ഡോക്ടർ മാധവ ഭട്ടതിരി. ഡോക്ടർ മാധവ ഭട്ടതിരി. ഡോക്ടർ മാധവ് ഭട്ടതിരി 2025 ഫെബ്രുവരിയിൽ അന്തരിച്ചു. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ ഓർക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹം ഒരു പ്രമുഖ ബയോ കെമിസ്ട്രി ശാസ്ത്രജ്ഞൻ, മലയാളിയായ ഒരു പ്രമുഖ ബയോ കെമിസ്ട്രി സയന്റിസ്റ്റ് ആയിരുന്ന ആര്? ഡോക്ടർ മാധവ് ഭട്ടതിരി. അദ്ദേഹം 2025 ഫെബ്രുവരിയിൽ വിയോഗിച്ചു അല്ലെങ്കിൽ മരണമടഞ്ഞു. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഇന്ത്യയിൽ നടന്ന ഒരു ശസ്ത്രക്രിയനെ കുറിച്ചാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ലെഫ്റ്റ് വെൻട്രിക്കിൾ അസിസ്റ്റന്റ് ഡിവൈസ് വെച്ച് പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ, അതായത് LVAD, അതായത് ലെഫ്റ്റ് വെൻട്രിക്കിൾ അസിസ്റ്റന്റ് ഡിവൈസ് വെച്ച് പിടിപ്പിക്കുന്ന ഒരു ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി. അത് നടത്തിയ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലുള്ള സൈനിക ഹോസ്പിറ്റലാണ്. ഏതാണ്? ന്യൂഡൽഹിയിലുള്ള സൈനിക ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിൾ അസിസ്റ്റന്റ് ഡിവൈസ് വെച്ച് പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ വിജയകരമായി ചെയ്തത്. നടത്തിയത് 2025 ഫെബ്രുവരിയിലാണ്. നടത്തിയ ഹോസ്പിറ്റൽ ന്യൂഡൽഹിയിലുള്ള സൈനിക ഹോസ്പിറ്റലാണ്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് 2025 മറ്റൊരു വിയോഗമാണ്. 2025 അന്തരിച്ച പ്രശസ്ത മലയാളി ഗായകനാണ് ആര്? പി ജയചന്ദ്രൻ. 2025 അന്തരിച്ച
പ്രശസ്ത മലയാളി ഗായകനാണ് ആര്? പ്രശസ്ത ഗായകനാണ് ആര്? പി ജയചന്ദ്രൻ. അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥ കൂടി നമുക്ക് പഠിക്കാം. ഏകാന്ത പതികൻ ഞാൻ. ഏകാന്ത പതികൻ ഞാൻ ആത്മകഥയാണ്. ഏതാണ് ആത്മകഥ? ഏകാന്ത പതികൻ. ജനുവരിയിൽ 2025 അന്തരിച്ച പ്രശസ്ത ഗായകനാണ് ആര്? പി ജയചന്ദ്രൻ. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഇത് ഏകാന്ത പതികൻ. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ന്യൂഡൽഹിയിലെ ദേശീയ ഗോത്ര ഉത്സവമായ ആടി മഹോത്സവം ഉദ്ഘാടനം ചെയ്തത്. ന്യൂഡൽഹിയിലെ പ്രധാനപ്പെട്ട ന്യൂഡൽഹിയിലെ ദേശീയ ഗോത്ര ഉത്സവം. ന്യൂഡൽഹിയിലെ ദേശീയ ഗോത്ര ഉത്സവം ഏതാ? ആടി ഉത്സവം. ഏതാണ്? ആടി ഉത്സവം. ആടി മഹോത്സവം. ആടി മഹോത്സവം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവാണ്. ന്യൂഡൽഹിയിലെ പ്രധാന ദേശീയ ഗോത്രോത്സവം, ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന ദേശീയ ഗോത്ര ഉത്സവമായ ആടി മഹോത്സവത്തിന്റെ ഉദ്ഘാടനം നടത്തിയത് ആരാണ്? നമ്മുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവാണ്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് 2025 ഫെബ്രുവരിയിൽ ഒരു രാജ്യം അവിടുത്തെ ഒരു അപൂർവ ധാതുവിന്റെ ഒരു ഭാഗം പങ്കിടാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കരാറ് തയ്യാറാക്കി. ആ രാജ്യവും ഏത് രാജ്യവും തമ്മിൽ പങ്കിടാൻ കൊടുത്ത മറ്റു രാജ്യത്തിന്റെയും പേര് നമ്മൾക്കൊന്ന് നോക്കാം. അതായത് 2025 ഫെബ്രുവരിയില് ഉക്രൈൻ അവിടുത്തെ ഒരു അപൂർവ ധാതു 2025 ഉക്രൈൻ അവിടുത്തെ ഒരു അപൂർവ ധാതുവിന്റെ ഒരു ഭാഗം US-ഉമായി പങ്കിടാൻ ഒരു കരാറിൽ ഒപ്പുവെച്ചു. അപ്പം ആരൊക്കെ തമ്മിലാണ്? ഉക്രൈനും US-ഉം തമ്മിൽ ഒരു കരാറിൽ ഒപ്പുവെച്ചു. അതേതാ? 2025 ഫെബ്രുവരിയിലാണ്. എന്താണ് ആ കരാറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഉക്രൈനിലുള്ള ഒരു അപൂർവ ധാതു, ഉക്രൈനിൽ നിന്നും ലഭിക്കുന്ന ഒരു അപൂർവ ധാതുവിന്റെ ഒരു പങ്ക് US-ന് നൽകാമെന്ന് പറയുന്ന ഒരു ഉടമ്പടി അല്ലെങ്കിൽ ഒരു കരാറിലാണ് 2025 ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പുവെച്ച് ധാരണയായത്. അപ്പം അത് ആ ഒരു അപൂർവ ധാതുവുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ് ഈ ഒരു പോയിന്റിന് ഇത്ര പ്രത്യേകത. ഇനി നമ്മൾ ഉക്രൈനെ കുറിച്ച് പറഞ്ഞപ്പം ജസ്റ്റ് ഉക്രൈന്റെ പ്രസിഡന്റിനെയും കൂടെ ഒന്ന് നോക്കാം. ആരാണ്? വോളോഡിമിർ സെലസ്കി. ആരാണ്? വോളോഡിമിർ സെലസ്കി. അപ്പൊ നമ്മൾ പറഞ്ഞ പ്രധാന പോയിന്റ്സുകളിൽ ഒന്നാണ് ഏത്? ഈ ആടി മഹോത്സവം, അതേപോലെ ഈ പി ജയചന്ദ്രന്റെ ആത്മകഥയൊക്കെ ഒന്ന് എക്സ്ട്രാ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് 2025 നിലമ്പൂർ തേക്ക് മ്യൂസിയത്തെ ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ചു. മറ്റൊന്നാണ് 2025 നിലമ്പൂർ തേക്ക് മ്യൂസിയം. നിലമ്പൂർ തേക്ക് മ്യൂസിയത്തെ എന്താക്കി? ഹരിത ടൂറിസം കേന്ദ്രമായി. 2025 നിലമ്പൂർ തേക്ക് മ്യൂസിയത്തെ ഹരിത ടൂറിസം മ്യൂസിയമായിട്ട് പ്രഖ്യാപിച്ചത്. 2025 ഫെബ്രുവരിയിലാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തെ എന്താക്കിയത്? ഹരിത ടൂറിസം കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പൊ നമ്മള് 2025 ജനുവരിയിലും ഫെബ്രുവരിയിലും നടന്ന കറന്റ് അഫയേഴ്സ് നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോകളിലൂടെ ഡിസ്കസ് ചെയ്യാം. താങ്ക്